ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് 2 of Wands കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങളിലെ പ്ലാനിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലെ ഫ്യൂച്ചറിനെയാണ് ഈ കാർഡ് പറയുന്നത്. മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ 2 വാണ്ട് ഉണ്ട്. ഒന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ, മറ്റേത് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ പേഴ്സൺ എന്ന വാണ്ടിനെ നിങ്ങൾ താൽക്കാലികമായി മാറ്റിവെക്കുന്നു. നിങ്ങളുടെ അവസരങ്ങളെ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ നോക്കിക്കാണാണ്. ഇവിടെ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സോണിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ന്യൂ അഡ്വഞ്ചർ ടാസ്ക് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരുന്ന അവസരത്തിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ തന്നെയാണ് നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തി ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുവാനായിട്ടുള്ള ആ ഒരു സാഹചര്യം ഒരുക്കിയത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നു, താൽക്കാലികമായിട്ട് നിങ്ങളെ പേഴ്സണെ മാറ്റിവെക്കുന്നു എന്ന് ഈ കാർഡ്സ് പറയുകയാണ്. ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. കാരണം അടുത്ത കാർഡ് ഫുൾ കാർഡാണ്. ന്യൂ ബിഗിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് അവസരങ്ങൾ വരാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് അവേക്കനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണോ, നിങ്ങളുടെ കരിയറാണോ നിങ്ങൾ നോക്കുന്നത്? അതിൽ നിങ്ങൾക്ക് സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ റെഡി ആയിരിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് വരുന്ന ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സോൾ പാത്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അടുത്ത കാർഡ് നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾ കാണേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നേക്കാളും ഒരു പടി മേലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാണ്. ക്യൂൻ ഓഫ് പെന്റക്കിളാണ് അടുത്ത കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊരു ഹീലറാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണെന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതം ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുകയാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വെൽത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ്, അബണ്ടൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പവർ തന്നെയാണ്. ഇവിടെ നിങ്ങളിലെ സംതൃപ്തയായി നിങ്ങളെയാണ് കാണിച്ചു തരുന്നത്. എല്ലാം കൊണ്ടും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ആ കഴിവിനെ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എടുക്കുന്നു. അത് നിങ്ങളിലേക്ക് പുരോഗതി തന്നെയാണ് തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുരോഗതി നിങ്ങളിലേക്ക് വരാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എല്ലാം തികഞ്ഞ, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമായിട്ടുള്ള, അത്രയേറെ സന്തോഷിക്കുന്ന നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. എൻജോയ് യുവർ ഡീപ്ലി കണക്റ്റഡ് ലൈഫ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് അബണ്ടൻ, നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി, നിങ്ങളെന്ന വ്യക്തി ആഗ്രഹിച്ച ആ ഒരു സ്നേഹം, അതെല്ലാം നിങ്ങൾ തികഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഗ്രസ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാർഡ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 5 of Wands കാർഡിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള അവസരങ്ങൾ പല തവണ നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർക്ക് ആ ഒരു കാര്യത്തിൽ വളരെയേറെ വിഷമമാണ് ഉണ്ടായിട്ടുള്ളത്. അവരാണ് ഇപ്പോൾ നിങ്ങളെ കാണുവാനായിട്ട്, ആ അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അവരെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിയുന്ന ആരോ ഉണ്ട്. നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനും ഒരു കമ്മ്യൂണിക്കേഷനുമുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണിക്കുന്നു. അവരാണ് ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നത്. അവരാണ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്.
ഇവിടെ നെക്സ്റ്റ് കാർഡ് ഡബിൾ ആണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വരാൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് വരാൻ കാരണം തേർഡ് പാർട്ടി ആണെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. ഏതൊക്കെ വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് 5 of Wands കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് തന്നെയാണ്, അല്ല എന്നല്ല പറയുന്നേ. എങ്കിൽ കൂടിയും അവരുടെ തീരുമാനത്തെ ഇവിടെ പറയുന്നു. ഒരു എംപററെ പോലെ അവർ തീരുമാനമെടുക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ദ എംപറർ ആണ്. ഇവിടെ ഒരു അതോറിറ്റിയാണ് കാണിക്കുന്നത്, പവറിനെയാണ് കാണിക്കുന്നത്. അവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു എംപററെ പോലെ ആണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഉറച്ച തീരുമാനത്തെ ഈ കാർഡ് പറയുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു ഡിസിഷനെയാണ് ഈ കാർഡ് പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. അവർ ഒരു തോട്ട് ലീഡർ ആണെന്ന് പറയുന്നു, സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു. അവരുടെ ചിന്തകളെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് ഒരു ഉറച്ച തീരുമാനമാണ്, ഉറച്ച നിലപാടാണ് ഇവിടെ കാണിക്കുന്നത്. ആരാണ് തെറ്റ്, ആരാണ് ശരിയെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളോട് പറയാൻ പോകുന്ന ആ ഒരു കാര്യം നമ്മൾ ഓറക്കിൾ ഡെക്ക് കാർഡിലൂടെ എടുക്കാൻ പോവുകയാണ്. ഇവിടെ 2 കാർഡാണ് ഓറക്കിൾ ഡെക്ക് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് സോൾ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ദ ലെസൺ ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചു, അതവർക്ക് മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് അവർ പറയാണ്. നെക്സ്റ്റ് കാർഡ് റിയൂണിയൻ ആണ് കാണിക്കുന്നത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഇവിടെ റിയൂണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നാവാനായിട്ട് ജനിച്ചവരാണ്. ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല എന്നാണ്. ആ മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒന്നാവാൻ പോകുന്ന നിങ്ങളെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്, അവരുടെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ഒരു നിലപാടിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റാണ് റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.